കസ്റ്റഡിയിലുള്ള 8 പാകിസ്ഥാൻ സൈനികരുടെ വീഡിയോ പുറത്തുവിട്ട് BLA. തിരിച്ചറിയൽ കാർഡുകൾ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി രക്ഷിക്കണമെന്നിവർ പാകിസ്ഥാൻ അധികൃതരോട് അപേക്ഷിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതെന്ന് ഒരു സൈനികൻ ചോദിക്കുന്നതും വീഡിയോയിലുണ്ട്. BLA ആർമി സൈനികരല്ലെന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാദത്തെ വീഡിയോയിലുള്ളവർ ചോദ്യം ചെയ്യുന്നുണ്ട്. സൈനികരെ വിട്ടയക്കണമെങ്കിൽ പകരം പാകിസ്ഥാൻ ജയിലിലുള്ള ബലൂച്ച് തടവുകാരെ മോചിപ്പിക്കണമെന്നാണ് BLAയുടെ ആവശ്യം. ഇതിനായി ഫെബ്രുവരി 22 വരെ 7 ദിവസത്തെ സമയപരിധിയാണ് ഇവർ നൽകിയിരിക്കുന്നത്. ചർച്ചകൾ നടന്നില്ലെങ്കിൽ തടവിലാക്കിയവരെ വധിക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സൈനികരെ കാണാതായിട്ടില്ലെന്നും ആരും വിമതരുടെ കസ്റ്റഡിയിലല്ലെന്നുമാണ് സൈന്യത്തിന്റെ ഔദ്യോഗിക നിലപാട്. തടവുകാരുടെ കൈമാറ്റം എന്ന നിർദ്ദേശത്തെ പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. പാക് സർക്കാരോ സൈന്യമോ പുതിയ വീഡിയോയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പിടികൂടിയ സൈനികരിൽ 10 പേർ ബലൂച്ച് വംശജരും പ്രാദേശിക പോലീസുമായി ബന്ധമുള്ളവരുമായതിനാൽ മുന്നറിയിപ്പ് നൽകി അവരെ വിട്ടയച്ചു. പ്രാദേശിക സാഹചര്യങ്ങളും ബലൂച്ച് ജനതയുടെ താൽപര്യവും കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് സംഘടന അറിയിച്ചു. ബാക്കിയുള്ളവർ പാകിസ്ഥാൻ സൈന്യത്തിലെ സ്ഥിരം യൂണിറ്റുകളിൽ നിന്നുള്ളവരാണ്. ഇവർക്കെതിരെ ബലൂച്ച് നാഷണൽ കോർട്ട് നടപടികൾ സ്വീകരിച്ചതായും സിവിൽ ജനതയ്ക്കെതിരായ നീക്കങ്ങൾ, ആളുകളെ കാണാതാകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രസ്താവനയിൽ പറഞ്ഞു. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ സാന്നിധ്യത്തെ അധിനിവേശമായാണ് BLA കണക്കാക്കുന്നത്. എന്നാൽ BLAയെ ഒരു ഭീകര സംഘടനയായാണ് പാകിസ്ഥാൻ കാണുന്നത്. US-ഉം UK-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ BLAയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.